നമസ്കാരം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് നിരവധി ആശങ്കകളും ആകുലതകളും നിറഞ്ഞ ഒരു കേരളീയ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ബുദ്ധിജീവികളുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും ഇടയിൽ അത് വലിയ തരത്തിൽ ചർച്ചയായി മാറിയിട്ടുമുണ്ട്. 2024 ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായ രാഹുൽ ഗാന്ധി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതൊരു ബ്ലാക്ക് ബോക്സ് ആണ്, ദുരൂഹതകൾ നിറഞ്ഞ ഒരു ബ്ലാക്ക് ബോക്സ് ആണ് എന്ന് പറഞ്ഞത്. അതേ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കോൺഗ്രസ് നയിക്കുന്ന UDF ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ എത്തിയിരിക്കുകയാണ്. അതിഭീമമായ സീറ്റുകളുടെ എണ്ണം നേടിക്കൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് വരുന്നത്. എന്നാൽ ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ ഇത് വലിയ സംശയവും ആശങ്കയും പതുക്കെയാണെങ്കിലും ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. 10 വർഷം കൊണ്ട് കേരളത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച, കേരളത്തെ ആകെ മാറ്റിമറിച്ച, ഉന്നതിയിലേക്ക് നയിച്ച, കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരു സർക്കാരിനെ, ആ സർക്കാരിനെതിരെ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതും വലിയ ഭൂരിപക്ഷം, തൊട്ടിപ്പുറത്ത് വലിയ പ്രവർത്തനമൊന്നും നടത്താതിരുന്ന ഈ സർക്കാരിനെതിരെ പോലും ഫലപ്രദമായി ഒന്നും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ കോൺഗ്രസും അതിൻ്റെ കൂട്ടുകക്ഷികളും ചേർന്ന് വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് കടക്കുകയാണ്. ഇത് പൊതുവെ ഇടതുപക്ഷ പ്രവർത്തകരോ കേരളത്തിലെ ചിന്തിക്കുന്ന ജനങ്ങളോ പ്രതീക്ഷിച്ച ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല. അങ്ങനെയല്ല പ്രതീക്ഷിച്ചിരുന്നത്. കേരളത്തിലെ ജനവിധി ജനവികാരമാണ് എന്നാണ് പൊതുവെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ജനങ്ങൾ വിവേകം ഉപേക്ഷിച്ച് യാതൊരു വിവേക ചിന്തയുമില്ലാതെ വികാരപരമായി വോട്ട് ചെയ്ത് UDFനെ അധികാരത്തിലെത്തിച്ച് ഒരു മാറ്റം സാധ്യമാക്കി എന്ന് നമ്മൾ വിശ്വസിക്കണോ? അതല്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ വിശ്വാസ്യതകളെ ആശങ്കയോടെ നോക്കിക്കാണണോ എന്നതാണ് ചോദ്യം. ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വൻ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരും, 100-ലധികം സീറ്റുകൾ കിട്ടും, 12 മന്ത്രിമാർ തോൽക്കും, 102 സീറ്റ് കിട്ടി, 13 മന്ത്രിമാർ തോറ്റു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് വളരെ മുൻപ് തന്നെ മുഖ്യമന്ത്രി ആരാവണമെന്ന് അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി, തർക്കവിതർക്കങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ഇപ്പോഴും തീരുമാനമായിട്ടില്ല, ഇത് പറയുമ്പോഴും വരുമായിരിക്കും. അതെന്തുമാകട്ടെ, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് വളരെ മുൻപ് തന്നെ പന്തലിടാൻ ഓർഡർ കൊടുത്തു. തലേന്ന് തന്നെ പന്തൽ ഒരുങ്ങി. അതുപോലെ തന്നെ DJ പാർട്ടി ബുക്ക് ചെയ്തു. ഇത്തരത്തിലുള്ള വലിയ വിപുലമായ സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചുറപ്പിച്ച് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള തർക്കങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വളരെ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ്. അതറിയാം. നമ്മൾ ബാലറ്റ് യന്ത്രത്തിൽ കുത്തുന്ന വോട്ട് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കുത്തിയാൽ അവിടെ തന്നെ ഇത് പോകുന്നുണ്ടോ? ലൈറ്റ് തെളിയുന്നുണ്ട്. നമ്മൾ കൈപ്പത്തിക്ക് കുത്തിയാൽ അത് അങ്ങോട്ട് തന്നെയാണോ പോകുന്നത്? ഇനി അഥവാ താമര ചിഹ്നത്തിലാണ് ഒരാൾ കുത്തുന്നത്, അതും അങ്ങോട്ട് തന്നെയാണോ പോകുന്നത്? ഇതെങ്ങനെയെങ്കിലും മാറ്റിമറിച്ച് ക്രമീകരിക്കാൻ, സെറ്റ് ചെയ്യാൻ അത്തരത്തിൽ രഹസ്യമായ സംവിധാനങ്ങളുണ്ടോ? അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്.
അത് മറ്റൊരു കാര്യം. പക്ഷേ ലോകത്തെ 11ഓളം രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ഈ പറഞ്ഞ EVM എന്ന് പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപേക്ഷിച്ചുകൊണ്ട് ബാലറ്റിലൂടെ നടന്നു വരികയാണ്. അങ്ങനെയാണ് നടക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിലെ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ECIL എന്ന ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനവും BEL എന്ന ഭാരത് ഇലക്ട്രിക്കൽ ലിമിറ്റഡ് എന്ന സ്ഥാപനവുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉണ്ടാക്കുന്നത്. അവരാണത് ചെയ്യുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലുള്ള തട്ടിപ്പ്, അത് ഉപയോഗിച്ചുള്ള കൃത്രിമങ്ങൾ ഒന്നും അത്ര എളുപ്പമല്ല എന്ന് മാത്രമല്ല ഒട്ടും സാധ്യമല്ല എന്നുമാണ് കുറേയേറെ വിദഗ്ധർ പറയുന്നത്. ഇത് പുറത്തുനിന്ന് ഹാക്ക് ചെയ്യാൻ പറ്റില്ല, ഇതിൽ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒത്തിരി അനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നുണ്ട്. സൈദ്ധാന്തികമായി തർക്കങ്ങൾ ഉന്നയിക്കാമെങ്കിലും സാങ്കേതികമായി ഇതൊന്നും സാധ്യമല്ല എന്ന് പറയുന്നവർ ധാരാളമായി ഉണ്ട്. 1982 പറവൂരിൽ കുറച്ചേറെ ബൂത്തുകളിൽ 52ഓളം ബൂത്തുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം പരീക്ഷണമായി നടപ്പിലാക്കുന്നത്. അതിനുശേഷം അത് കോടതിയിൽ വരെ എത്തി. സുപ്രീം കോടതി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വേണ്ട എന്ന് അക്കാലത്ത് വിധിച്ചു. പക്ഷേ അതിനുശേഷം 2001 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കാം എന്ന ഒരു തീരുമാനം ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്നതും 2001 മുതൽ തെരഞ്ഞെടുപ്പിൽ അത് നടപ്പിലാവുന്നതും. എന്തായാലും ഇപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ കക്ഷികളും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കേരളത്തിലെ ഇടതു പ്രവർത്തകർക്കും ബുദ്ധിജീവികൾക്കും മാത്രമല്ല, മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ച് ആകുലതകൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. മമതാ ബാനർജി ആവട്ടെ വളരെ സജീവമായി ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. 2010 ഓഗസ്റ്റിലാണ് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന ഹരികൃഷ്ണ പ്രസാദ് എന്ന ഇലക്ട്രോണിക്സ് എഞ്ചിനീയറെ ഹൈദരാബാദിലെ വീട്ടിൽ നിന്ന് പോലീസ് വിളിച്ചുണർത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം എന്താണെന്നോ? അദ്ദേഹം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അപാകതകളെക്കുറിച്ച്, അതിൻ്റെ അന്തർധാരകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർന്നു വരുമ്പോൾ ഇന്ത്യയിലെ വിദഗ്ധർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരിക്കലും ഹാക്ക് ചെയ്യാനോ വൈഫൈയിൽ കണക്ട് ചെയ്യാനോ അതിൽ ഒരു കൃത്രിമവും കാണിക്കുവാനോ ഒരിക്കലും കഴിയില്ല എന്ന് പറയുമ്പോൾ സാക്ഷാൽ എലോൺ മസ്ക് തന്നെ 2021 രംഗത്ത് വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രവർത്തനം അത്ര സുതാര്യമല്ല, അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കേണ്ട എന്നുമാണ് എലോൺ മസ്ക് പറഞ്ഞത്. അമേരിക്കയിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് എലോൺ മസ്ക് ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് പലവട്ടം ആലോചിക്കേണ്ടി ഇരിക്കുന്നു. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇനി വേണോ വേണ്ടയോ? തിരിച്ച് പഴയ ബാലറ്റ് കടലാസിലേക്ക് പോയാൽ കുറെ കൂടി ജനവിധി കൃത്യമായും നടപ്പിലാക്കാൻ കഴിയും, ആശങ്കകളില്ലാതെ, ആകുലതകളൊന്നും തന്നെ ഇല്ലാതെ.